സഞ്ജു നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സഞ്ജു, വെരി ഗുഡ് മോർണിംഗ് സഞ്ജു. ഗുഡ് മോർണിംഗ് സഞ്ജു, ഇതിലിപ്പോൾ ജോസഫിന് ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നേരിട്ട് കണ്ടങ്ങ് ഒത്തുതീർപ്പാക്കിക്കൂടെ ഈ പ്രശ്നം? അല്ല, അതിന് കേസൊന്നും കൊടുത്തായിട്ട് എന്റെ അറിവില്ലല്ലോ. അപ്പൊ പിന്നെ എന്തോ തീർപ്പ്? അല്ല, നമ്മൾ ഈ വെട്ടുമെന്നൊക്കെ പറഞ്ഞത് പുള്ളിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അല്ല, അത് ഇന്നലെ ഞാൻ ചാനലിനകത്ത് തന്നെ പറഞ്ഞല്ലോ. അത് അന്നേരത്തെ എന്നെ പ്രകോപിപ്പിച്ചതിന്റെ ഭാഗമായി പറഞ്ഞതാണ്. അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലെന്ന് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കേസിൽ നടപടിയൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോ ജോസഫ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം സഞ്ജുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും കെട്ടിട നികുതി അടയ്ക്കുന്നില്ല എന്നാണ്. അതിലൊന്നും കാര്യമില്ല. കെട്ടിട നികുതി അടച്ചില്ല, അങ്ങോട്ട് ആക്കണം. അപ്പൊ തന്നെ അടച്ചോളൂ എല്ലാവരും. എന്താണ് പക്ഷേ ഈ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായത് സഞ്ജു? നമ്മളിപ്പോൾ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളല്ലേ. ഈ ചങ്ങാതി റെക്കോർഡ് ചെയ്യില്ലെന്ന് കരുതിയോ? അതുകൊണ്ടല്ല സാറേ, 4 മിനിറ്റ് സമയം എന്നോട് സംസാരിച്ചു. 4 മിനിറ്റ് സമയം സംസാരിച്ച കാര്യം പെട്രോൾ സംസാരിച്ച കാര്യം പുറത്തു വന്നാലേ ഇതിന്റെ എന്താണ് അങ്ങനെ സംസാരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് മനസ്സിലാവുകയും അത് എഡിറ്റ് ചെയ്ത ഭാഗം മാത്രമാണ് കേൾക്കുന്നത്. ഓക്കെ, എന്താ ഈ ശരിക്കും ജോസഫ് പറഞ്ഞത്? പ്രകോപിപ്പിക്കത്തക്ക രീതിയിൽ വല്ലതും സംസാരിച്ചിരുന്നോ സഞ്ജു? അല്ല, ഒരു മനുഷ്യനെ അപമാനിക്കത്തക്ക നിലയിൽ സംസാരിച്ചു. 9,000 രൂപയാണ് അടയ്ക്കാനുള്ളത് അല്ലേ സഞ്ജു? അതെ, 9,000. ഞാൻ സത്യം പറഞ്ഞത് മറന്നുപോയതാണ്. പല കാര്യങ്ങൾക്കിടയിൽ ഓർത്തിരിക്കുക. അല്ല, അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഞാനിപ്പം പറഞ്ഞാൽ 2,000 രൂപ അടച്ചത്. അതെ, അത് സ്വാഭാവികമാണ്. ഈ പറയുന്ന പോലെ ഈ കരം കുടിശ്ശി അല്ല, ഇത് വൺ ടൈം സെസ് ആണ്. അല്ലാതെ ഈ പറയുന്ന പോലെ 3 വർഷമോ 4 വർഷമായിട്ടുള്ള കുടിശ്ശി ഒന്നും ഇട്ടേക്കുന്ന നല്ലത്. അതെ, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലൊക്കെ പല വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതങ്ങ് പരിഹരിച്ച് ഇനിയിപ്പം പുള്ളി പോയി നേരിട്ട് കണ്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചൂടെ സി സഞ്ജു? അല്ല, ഞാൻ പുള്ളിയെ കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ എല്ലാം ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ വില്ലേജ് എനിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു നിമിഷം, ഒരു ടെലിബൈറ്റ് ഉണ്ട്, നമുക്ക് ഒരു ആ ശബ്ദരേഖയും കൂടി നമുക്കൊന്ന് കേൾക്കാം സഞ്ജു. ഒരു നിമിഷം ഹോൾഡ് ചെയ്യണേ. രാജു അബ്രഹാമിനെ ഇന്നലെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാറേ, എനിക്ക് അവിടെ തന്നെ ജോലി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കൊല്ലാനും വെട്ടാനും കുത്താനും ആരും വരാതിരിക്കണം എന്നൊരു ഉറപ്പ് സാറിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനൊരു മറുപടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് പാർട്ടി നേതൃത്വം ഇടപെടണം അല്ലേ? അല്ലേ, തീർച്ചയായിട്ടും പാർട്ടിക്കാരൻ ഇടപെട്ടിങ്ങനെ സംസാരിച്ചത് ഈ പാർട്ടി നേതൃത്വം അതിനൊരു ഉറപ്പ് വേണ്ടേ? അവരുടെ സംരക്ഷണം അവരുടെ കാവലും കോട്ടയൊന്നും നമുക്ക് വേണ്ട. തമ്പുരാൻ നമുക്ക് സഹായത്തിന് മുൻപിലുണ്ട്. ശ്രീ രാജു അബ്രഹാം നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ സഞ്ജു തുടരണം. ശ്രീ രാജു അബ്രഹാം, ജോസഫ് അവിടെ തുടരാൻ തയ്യാറാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഈ പ്രശ്നം അങ്ങനെ എമ്മിനയിൽ പരിഹരിച്ചുകൂടെ ശ്രീ രാജു അബ്രഹാം? കോളൊന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സഞ്ജു ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ സഞ്ജു, ഇതാണ് ജോസഫ് ഇപ്പോൾ നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആരും വെട്ടാനും കൊല്ലാനും ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ അവിടെ തുടർന്നോളാം, നാരകാലത്ത് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് ജോസഫ് പറഞ്ഞത്. ശ്രീ സഞ്ജു, അതെ, അവിടെ തുടരുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ. ഈ സഞ്ജു ആ പൈസ അടച്ചായിരുന്നോ? ഇല്ല, അടച്ചില്ല. അടയ്ക്കണ്ട ഇനി? അല്ല, അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യമില്ല. അത് ചാനലിനോട് പങ്കുവെക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, വ്യക്തിപരമായിട്ട് കാര്യമല്ല, അത് ഓഫീസിലായിട്ടുള്ള കാര്യമാണ്. ആയിക്കോട്ടെ, അതിപ്പോ ചാനലുമായിട്ട് എന്ന് അടയ്ക്കുമെന്നുള്ളത്. താങ്കൾ ഏരിയ സെക്രട്ടറി കൂടിയാണ്. അതാ, ഏരിയ സെക്രട്ടറി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും ആ കാര്യങ്ങൾ എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ വ്യക്തിപരമല്ലെന്ന് പറഞ്ഞത്. സർക്കാർ അടയ്ക്കേണ്ട ഫീസ് എങ്ങനെ വ്യക്തിപരമാവുന്നു? അത് സർക്കാർ അടയ്ക്കുന്ന വ്യക്തി എന്നതില്ലേ, ഞാൻ അടയ്ക്കേണ്ടതല്ലേ? അത് കുടിശ്ശിക വന്നപ്പോഴാണല്ലോ ഉദ്യോഗസ്ഥൻ താങ്കളെ വിളിച്ചത്. അപ്പോഴാണല്ലോ താങ്കൾ വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. നിയമപരമായ ഒരു നോട്ടീസ് വരട്ടെ. നിയമപരമായ നോട്ടീസിനെ കാത്തിരിക്കുക. നോട്ടീസ് തരട്ടെ. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഫോണിൽ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ വാങ്ങിക്കേണ്ട. ഇത് വിളിച്ചില്ലെങ്കിലും നമ്മൾ അടച്ചുതരാം. അത് ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെന്താണെന്ന് നോക്കട്ടെ. താങ്കളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് പ്രശ്നമായത്. അതെ, ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. ശ്രീ രാജു അബ്രഹാം നമുക്ക് പോകുന്നുണ്ട്, CPM ജില്ലാ സെക്രട്ടറി. ശ്രീ രാജു അബ്രഹാം, ഇതങ്ങനെ രമ്യതയെ പരിഹരിച്ചൂടെ? ശ്രീ രാജു അബ്രഹാം, ഗുഡ് മോർണിംഗ്. ശ്രീ രാജു അബ്രഹാം കേൾക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ നേരത്തെ ജോസഫ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, നാരകാലത്ത് ജോലി ചെയ്യുന്നതിന് പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നെ ആരും കൊല്ലാനും വെട്ടാനും ഒന്നും വരാതിരുന്നാൽ മതി എന്ന് മാത്രം പറയുകയായിരുന്നു. ഇതങ്ങ് രമ്യതയിലങ്ങ് പരിഹരിച്ചൂടെ എന്ന് ചോദിച്ചതാ. കൊല്ലാനും വെട്ടാനും പോകുന്നൊരു പാർട്ടിയല്ലല്ലോ. എം.വി. സഞ്ജുവിനുമായിട്ടുള്ള സംസാരത്തിന്റെ ഓഡിയോ നമുക്കിപ്പോ പൊതുധാരയിലുണ്ട്. അത് കേൾക്കുന്ന ഒരാൾ പോലും എം.വി. സഞ്ജുവിനെ കുറ്റം പറയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം പ്രകോപനം ഉണ്ടാക്കി ഈ സഞ്ജുവിനെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ ഏത് വ്യക്തിയാണെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും ഒരു മറുപടി വരും. അതാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട്
അവസാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹം വില്ലേജ് ഓഫീസർ പരാതിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഇങ്ങനെ ഭീഷണിപ്പെടുത്താതിരുന്നാൽ മതി, എനിക്ക് വേറെ ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം കൂടി നോക്കേണ്ട ഒരു പ്രശ്നമാണ്. കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊന്നും പറയണ്ട എന്ന് പറയുന്ന ഒരു ഓഫീസർ പെരുമാറ്റച്ചട്ട ലംഘനമാണ് കാണിച്ചിട്ടുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുള്ള പെരുമാറ്റച്ചട്ടം അനുസരിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ ഫോണിൽ വിളിച്ച് നികുതി പണം പിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഫോണിൽ വേണമെങ്കിൽ ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ വാട്സപ്പ് മെസ്സേജ് കൊടുക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് സംസാരം മറ്റൊരാളുടെ സംസാരം കേൾക്കാനുള്ള സന്നദ്ധതയാണ് ആധുനിക ലോകം പറയുന്ന എല്ലാ ശാസ്ത്രീയമായ കാര്യങ്ങളിലും പറയുന്നത്. അതായത് കേൾക്കാതിരിക്കുകയല്ല, കേൾക്കണം. സഞ്ജു പറയുന്നത് അദ്ദേഹം കേൾക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സഞ്ജു കേട്ടു, സഞ്ജു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സഞ്ജുവിനെ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്ന് മാത്രമല്ല, തികച്ചും മോശപ്പെട്ട രൂപത്തിൽ, പ്രകോപനമായ രൂപത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന്. ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ, ഒന്ന് ഭരിക്കുന്ന പാർട്ടിയാണ്, രണ്ട് ഒരു പൊതുസമൂഹ മധ്യത്തിൽ നിൽക്കുകയാണ്. CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ സഞ്ജു ആ വാക്ക് ഉപയോഗിച്ചത് കടന്നുപോയി എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? ഇപ്പോ അങ്ങയുടെ ചാനൽ ചർച്ചയിൽ അങ്ങേ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെട്ടിക്കൊലപ്പെടുത്തുന്നൊന്നും പറയൂലേ രാജു? ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചൂടായിട്ട് പറയുമായിരിക്കും, പക്ഷേ വെട്ടിക്കൊലപ്പെടുത്തും, വെട്ടിക്കളയും എന്നൊക്കെ പറയുമ്പോഴേ അതിന്റെ ഒരു ഡയമെൻഷൻ അങ്ങ് മാറിയല്ലോ. നേരത്തെ ഒരു സന്ദർഭത്തിനനുസരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു സമീപനം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അല്ല, അത് ശരിയാണ്. അല്ല, എത്ര പ്രകോപനം ഉണ്ടാക്കിയാണെങ്കിലും ഈ ഉദ്യോഗസ്ഥനും നമ്മൾ രാഷ്ട്രീയ നേതാക്കളുമാണല്ലോ. ഒരു നിമിഷം നമ്മൾ ഇവിടെ അങ്ങ് പരിഹരിച്ച് തീർക്കാൻ തോന്നുന്നു. ശ്രീ വില്ലേജ് ഓഫീസറുണ്ട്, നമ്മുടെ ശ്രീ ജോസഫ് ഉണ്ട് അടുത്ത്. ശ്രീ ജോസഫ്, വെരി ഗുഡ് മോർണിംഗ് ശ്രീ ജോസഫ്. എന്നാലും താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രകോപനപരമായ കാര്യം, നിയമപരമായിട്ട് നോട്ടീസൊക്കെ അയച്ച് നിങ്ങൾ തീർക്കേണ്ട വിഷയമായിരുന്നു. അതുപോട്ടെ, ഇനിയിപ്പോൾ പ്രശ്നം പരിഹരിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. താങ്കൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, സഞ്ജുവിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. അതിനിപ്പോൾ പൊതുമാധ്യമങ്ങളിൽ വന്ന് വലിയ ചർച്ചയൊക്കെ ഇനി ഇത് കൈവിട്ടു പോകുന്നതിനോട് താങ്കൾക്ക് അഭിപ്രായമില്ലല്ലോ, പരാതിയില്ലല്ലോ താങ്കൾക്ക്? എനിക്ക് നമുക്ക് ഒരുപാട് പേര് നമ്മളോട് വില്ലേജ് ഓഫീസിൽ വന്നിട്ട് നമ്മളോട് ഇങ്ങനെയൊക്കെ മോശമായ രീതിയിലൊക്കെ പലരും പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വഴിക്കെല്ലാം നമുക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മൂവ് ചെയ്യാനോ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടായിട്ടുള്ള എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ ഒരു വാക്കിന്റെ പേരിൽ സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രകോപനം അത്രയും ഞാനും കണക്കാക്കുന്നുള്ളൂ. പുറകെ നടന്നത് അത് സഞ്ജുവിന്റെ പരിചയത്തിലുള്ളവരാരും അല്ലാന്ന് സഞ്ജു പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഇനി തുടർന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇപ്പൊ രാജുവേട്ടനും കേൾക്കുന്നുണ്ട്, ജില്ലാ സെക്രട്ടറി കേൾക്കുന്നുണ്ട്, സഞ്ജുവും കേൾക്കുന്നുണ്ട്. എനിക്കിപ്പോ അവിടെ തന്നെ വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ കുടുംബമുണ്ട്. അത് അദ്ദേഹം പ്രകോപിപ്പിച്ചു, താങ്കൾ പറഞ്ഞു, അത് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അത് തുടർന്ന് താങ്കളുടെ പേരിൽ മറ്റുള്ള ആളുകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, അല്ലെങ്കിൽ താങ്കൾ നേരിട്ട് ബന്ധമുള്ളവരാണെന്ന് അറിയില്ല, അങ്ങനെ മറ്റുള്ള ആളുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊരു ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്. ശ്രീ സഞ്ജു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് താങ്കളുമായിട്ടുള്ള പ്രശ്നത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇനി പരാതിയില്ല, അത് അദ്ദേഹം പ്രകോപിപ്പിച്ചു എന്നുള്ള അദ്ദേഹം അങ്ങനെ പറയേണ്ടായിരുന്നു. അത് താങ്കൾക്കുണ്ടായ ഒരു പ്രകോപനം താങ്കൾ പറഞ്ഞു, അത് മനസ്സിലാക്കി, അത് അവിടെ അവസാനിച്ചു. പക്ഷേ ഇതിനെ തുടർന്ന് ചില ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുന്നു, അത് പാടില്ലല്ലോ. അത് പാടില്ല. അപ്പം അതൊന്ന് താങ്കളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി താങ്കളുടെ അറിവോടുകൂടിയല്ല എങ്കിൽ പോലും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുമായി അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനകത്ത് മുൻകൈ എടുക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഈ ഒരു വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ എന്തായാലും ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു പ്രകോപനം ഇനി ഉണ്ടാവില്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകത്തില്ല. ഓക്കെ. ശ്രീ ജോസഫ്, ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇന്നലെ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. എനിക്കിപ്പം അവിടെ വർക്ക് ചെയ്യുന്നതിനിപ്പം നമ്മുടെ ഇപ്പൊ സഞ്ജുവും പറഞ്ഞു ഇനിയിപ്പം ഈ വിഷയത്തിൽ അതിന്റെ പുറത്തിന് ഒരു തുടരായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വിഷയത്തിന്റെ പേരിൽ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ അവിടെ സ്ഥലം മാറ്റാൻ പാടില്ല. ഇദ്ദേഹം എത്ര കാലം വേണമെങ്കിലും ജോലി ചെയ്യട്ടെ. അദ്ദേഹം എനിക്ക് സഞ്ജുവിനോട് യാതൊരു തരത്തിലുള്ള മാനസിക വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോ പൈസ ഗവൺമെന്റിലേക്ക് വരണം, അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഞ്ജു. അല്ലാതെ വേറെ വ്യക്തിപരമായിട്ടൊന്നും ഒരു പ്രകോപനം. കാര്യം ഞാനും ഒരു സംഘടനക്കാരനും പാർട്ടിക്കാരനും ആ രീതിയിൽ മുമ്പോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കപ്പോ പിന്നെ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലുമില്ല സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അങ്ങനെ ആളോട് സംസാരിക്കേണ്ട ഒരു ശൈലി അല്ല സാറ് സംസാരിച്ചത്. അതാണ്
അല്ല അത് സഞ്ജു അതിനകത്തൊരു കാര്യം സഞ്ജു മനസ്സിലാക്കുക. ദയവേതൊരു കാര്യം മനസ്സിലാക്കുക. കാര്യം വെച്ചാൽ ഈ 2-3 വർഷത്തെ പെൻഡിങ് ഉള്ള ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് മാർച്ച് 31 ലാസ്റ്റ് എന്ന് മാത്രം കരുതിയാൽ മതി സഹോദരൻ, എന്ന് മാത്രം കരുതിയാൽ മതി. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇല്ല സാർ, 15 ദിവസമായുള്ള 15 20 ദിവസമായുള്ള സാർ അവിടെ വന്നിട്ട് 20 ദിവസം വന്ന സാർ പറഞ്ഞ എന്താണ്, ഞാൻ 2022 മുതൽ ഇവിടുന്ന് ആളുകൾ ബന്ധപ്പെടും. അങ്ങനെയുള്ള ഞാൻ പറയൂ, 2022 എനിക്ക് തന്ന നോട്ടീസ് നിങ്ങൾ എന്നെ കാണിക്കണം, ചാനലുകൾ കാണിക്കണം. അതൊക്കെ തഹസിൽദാർ കയ്യിലൊക്കെ ഉണ്ടാവും. നമ്മൾ നോട്ടീസിന്റെ പ്രൊസീജിയർ തന്നെ നോട്ടീസ് നടത്തി മടക്കാന്നാണ് നോട്ടീസ്. അപ്പൊ നമ്മൾ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന വീട്ടിലുള്ളവരെ കണ്ടോ നിങ്ങൾ സഞ്ജു എന്തായാലും സഞ്ജു ആ പൈസ അടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അടച്ചേ പറ്റത്തുള്ളൂ, അത് അടയ്ക്കുകയും ചെയ്യും, നോ ഇഷ്യൂ. അതിനകത്ത് ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണായിരുന്നു, അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. ഇന്ന് കഴിഞ്ഞ ഫിനാൻസ് ഇയർ കഴിഞ്ഞു. പറയേണ്ട കാര്യമില്ല, മനസ്സിലാകുന്ന ആള് തന്നെയാണ്. എനിക്ക് ഈ നോട്ടീസ് തീർച്ചയായിട്ടും വാക്കാൽ പറഞ്ഞാൽ ഞാൻ പൈസ തരുന്നില്ല, നോട്ടീസ് തരണം. അപ്പം ജോസഫ് നോട്ടീസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തതാണ് സഞ്ജു. ഓൾറെഡി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാണ്. വീട്ടിൽ അത് അദ്ദേഹം അത് അടച്ചോട്ടെ. ഇനി ഈ വിഷയത്തിന്റെ പുറത്ത് അതിനൊരു സംസാരം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചേക്കാം. തീർച്ചയായിട്ടും ഞാനത് ഉൾക്കൊള്ളുന്നു. രാജുവേട്ടനോട് കേൾക്കുന്നെങ്കിൽ ഇത് രാജുവേട്ടനും കൂടെ ഒരു പ്രതികരണം നടത്തിയ വലിയ ഉപകാരമായിരുന്നു. എനിക്ക് ജില്ലാ സെക്രട്ടറി അല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തും കൂടെ ഒരു റെസ്പോൺസ് കിട്ടാൻ എനിക്ക് ആഗ്രഹം. എന്തായാലും ഈ വിഷയത്തിൽ ഇനി മറ്റു പ്രതികരണങ്ങളൊന്നും ഉണ്ടാവില്ല. താങ്കൾക്ക് ഇവിടെ സമാധാനത്തോടു കൂടി തന്നെ പണിയെടുക്കാം എന്നുള്ളതാണ്. അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, സഞ്ജു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇതിനു മുൻപേ എടുത്ത എല്ലാ ചാനലുകാരോടും ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോസഫ്. താങ്ക് യു സഞ്ജു. അപ്പോൾ സഞ്ജു വന്നു രാവിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉണ്ടാവും സ്വാഭാവിക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കണം, ഉദ്യോഗസ്ഥരാണെങ്കിലും ശ്രദ്ധിക്കണം. പല കാരണങ്ങൾ കൊണ്ട് ഈ പൈസ അടയ്ക്കാതിരിക്കുമല്ലോ. ഇപ്പോൾ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ കെട്ടിട നികുതി അടയ്ക്കാതെ അങ്ങ് പറ്റിച്ചേക്കാം എന്ന് സഞ്ജു കരുതിയിട്ടുണ്ടാവില്ലല്ലോ. കാരണം അങ്ങനെ കെട്ടിട നികുതി അടയ്ക്കാതിരിക്കാനും പറ്റത്തില്ല. എപ്പോഴെങ്കിലും ആ സ്ഥലം വിൽക്കേണ്ടി വരുന്ന സമയത്ത്, നിങ്ങളുടെ എൻകംപ്ലൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് പുറത്ത് വരും. നിങ്ങൾ അപ്പോൾ വലിയ ഫീസ് അടയ്ക്കേണ്ടി വരും. ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കെട്ടിട നികുതി അറിഞ്ഞില്ല, അത് അവിടെ ഫ്ലാറ്റിൽ വന്ന് കിടന്നു. നമ്മളവിടെ താമസം ഇല്ലാത്തത് കൊണ്ട് ആരും അറിയിച്ചതുമില്ല. പിന്നീടാണ് നമ്മളോട് അവിടുത്തെ വാച്ച്മാൻ നോട്ടീസ് അയച്ചു തരിക, വാട്സപ്പിൽ അയച്ചു തരുന്ന സമയത്താണ് താങ്കൾ ജപ്തി ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞുള്ള സാധനം വരുന്നത്. പെട്ടെന്ന് നമ്മൾ ജപ്തി എന്നൊക്കെ വിചാരിക്കും. അതൊക്കെ നിയമപരമായിട്ടുള്ളൊരു രീതിയാണെന്നേ, അത്രയേ ഉള്ളൂ. അത്രമാത്രം കരുതിയാൽ മതി. പിന്നെ അതിലുള്ള വ്യക്തിവിദ്വേഷം നമ്മൾ വെച്ച് പുലർത്തേണ്ടതില്ല. ഈ മനസ്സമാധാനമൊക്കെ കെടുത്തിട്ട് എന്ത് കാര്യം? ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സഞ്ജുവിനും ജോസഫിനും ഒക്കെ.